അമേരിക്കയിൽ ഇസ്രായേലിൻ്റെ എംബസിക്ക് മുന്നിൽ വലിയ ആക്രമണം നടന്നതിന് ശേഷം ഇപ്പോഴിതാ അമേരിക്കയിൽ ജ്യൂസിനെതിരെ അല്ലെങ്കിൽ ജൂതന്മാർക്കെതിരെയുള്ള വംശവെറി വീണ്ടും തുടരുകയാണ്. ഇതിനെ ഒരു ഭീകരാക്രമണം എന്നാണ് അമേരിക്കയുടെ സുരക്ഷാ സേന വിശദീകരിച്ചിരിക്കുന്നത്. US-ൻ്റെ കൊളറാഡോയിലാണ് ഒരു ജൂത പരിപാടിയിൽ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മൊളോട്ടോവ് കോക്ടെയിൽ എന്ന് പറയുന്ന ഒരു വസ്തു, അതായത് ഒരു തീ പിടിപ്പിക്കുന്ന വസ്തുവാണ്, ഒരു കുപ്പിയിൽ തീ പിടിക്കുന്ന വസ്തുവാണ്. നമ്മുടെ നാട്ടിൽ പെട്രോൾ ബോംബ് എന്നതിനെ വേണമെങ്കിൽ അതുമായി താരതമ്യം ചെയ്യാൻ ഇതുപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ 6 ജൂതന്മാർക്ക് 6 പേർക്ക് പൊള്ളലേറ്റുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഈ സമയത്ത് സ്വതന്ത്ര പലസ്തീൻ പോലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെയും ഉയർന്നു. നേരത്തെയും ഹമാസിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ ഇസ്രായേലിൻ്റെ എംബസിക്ക് മുന്നിൽ ആക്രമണം നടന്നത്. ഇവിടെ സ്വതന്ത്ര പലസ്തീൻ മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നത്. നിലവിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും FBI ഈ സംഭവത്തെ ഒരു ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇത് വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ വീഴ്ചയായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഇത് 2ാമത്തെ ആക്രമണമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. ട്രംപിന് ഇപ്പോൾ അമേരിക്കയിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ട്രംപ് നിരന്തരം ഭീകരവാദികളുമായും ഭീകരവാദ രാഷ്ട്രങ്ങളുമായും വലിയ രീതിയിലുള്ള സൗഹൃദം പുലർത്തുന്നു എന്നുള്ളതാണ് അമേരിക്കൻ ജനതയെ ഇപ്പോൾ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ലഭിച്ച വിവരമനുസരിച്ച് ഇസ്രായേലി ബന്ധുക്കളെ അനുസ്മരിക്കാൻ കൊളറാഡോയിലെ ബൗൾഡറിൽ ഒരു സംഘം ഒത്തുകൂടിയിരുന്നു. ഇതിനിടയിൽ ഒരാൾ മൊളോട്ടോവ് കോക്ടെയിലുകൾ ജനക്കൂട്ടത്തിന് നേരെ എറിഞ്ഞു. ഇതോടൊപ്പം ഒരു ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് ആക്രമിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ആക്രമണം നടത്തിയ ആളെ മുഹമ്മദ് സബ്രി സുലൈമാൻ എന്ന ആളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ജനക്കൂട്ടത്തെ ആക്രമിക്കുന്നതിനിടയിൽ ആക്രമി ഫലസ്തീനെ സ്വതന്ത്രമാക്കാനുള്ള മുദ്രാവാക്യങ്ങൾ വളരെ ഒച്ചത്തിൽ വിളിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. 6 പേർക്കാണ് പരിക്കേറ്റത്. ഒരാൾ ആയുധം വഹിച്ചുകൊണ്ട് ആളുകളെ ചുട്ടുകൊന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം, അവിടെ ആരും മരിച്ചിട്ടില്ല എന്നൊരു സംഭവം ഇപ്പോൾ FBI സ്ഥിരീകരിക്കുന്നുണ്ട്. പോരാത്തതിന് പോലീസ് സ്ഥലത്തെത്തിയതായി ബൗൾഡർ പോലീസ് മേധാവി സ്റ്റീഫൻ റെഡ് ഹെർണർ പറഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ 6 പേരും 67-നും 88-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.